എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ദിവസവും ഒരുപാട് പേരോട് സംസാരിക്കാറുണ്ടല്ലേ? പക്ഷെ ചില സംഭാഷണങ്ങൾ എന്തിനാണ് പെട്ടെന്നൊരു വഴക്കിൽ ചെന്ന് അവസാനിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ഓർത്തു നോക്കിയിട്ടുണ്ടോ? ആ രഹസ്യം എന്താണെന്ന് നമുക്കിന്ന് നോക്കാം. ഇത് നമുക്ക് എല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കുന്നു, പക്ഷെ കിട്ടുന്ന മറുപടി ഒരു പൊട്ടിത്തെറിയായിരിക്കും. പിന്നെ അതൊരു വലിയ വഴക്കായി മാറും. അപ്പോ ഒരു സാധാരണ സംഭാഷണം എങ്ങനെയാണ് ഇങ്ങനെ ഒരു തർക്കമായി മാറുന്നത്? അതിന്റെ പിന്നിലെ മനഃശാസ്ത്രമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ ഒന്നാമത്തെ കാര്യം, നമ്മുടെ സംഭാഷണങ്ങൾ എന്തിനാണിങ്ങനെ ഇടയ്ക്ക് വെച്ച് വഴിമുട്ടിപ്പോകുന്നത്? നമുക്ക് നോക്കാം. സംഭവം എന്താണെന്ന് വെച്ചാല് ഇത് വെറുതെ എന്ന് സംഭവിക്കുന്നതല്ല. ഇതിനെ ട്രാൻസാക്ഷൻസ് എന്ന് പറയാം. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ ശരിക്കും നടക്കുന്നത് ചെറിയ ചെറിയ ഇടപാടുകളാണ്. ഒരാൾ ഒരു കാര്യം പറയുന്നു, അതൊരു സ്റ്റിമുലസ്. മറ്റേയാൾ അതിന് മറുപടി പറയുന്നു, അതൊരു റെസ്പോൺസ്. ഈ ഇടപാടുകളാണ് സംഭാഷണങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഈ ഇടപാടുകൾ ശരിക്കും മനസ്സിലാവണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിലുള്ള ചില ശബ്ദങ്ങളെക്കുറിച്ച് അറിയണം. ഒരു ചെറിയ റീക്യാപ്പ് പോലെ നമുക്ക് നോക്കാം. നമ്മുടെ ഉള്ളിൽ പ്രധാനമായും 3 തരം ശബ്ദങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകളുണ്ട്. ഒന്ന്, പാരന്റ്. ഇത് നമ്മൾ പഠിച്ചുവെച്ച നിയമങ്ങളുടെയും ശരിതെറ്റുകളുടെയും ഒക്കെ ശബ്ദമാണ്. ചിലപ്പോൾ നമ്മളെ വിമർശിക്കും, ചിലപ്പോൾ സ്നേഹത്തോടെ സംസാരിക്കും. രണ്ടാമത്തേത് അഡൾട്ട്. ഇത് നമ്മുടെ ലോജിക്കാണ്, വർത്തമാനകാലത്തിൽ നിന്ന് കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന ശബ്ദം. മൂന്നാമത്തേത് ചൈൽഡ്. ഇത് നമ്മുടെ ഉള്ളിലെ കുട്ടിയാണ്. വികാരങ്ങൾ, സന്തോഷം, ദേഷ്യം, സർഗാത്മകത ഇതൊക്കെ വരുന്നത് ഇവിടെ നിന്നാണ്. ശരി, അപ്പൊ നമ്മുടെ ഈ 3 ശബ്ദങ്ങളും തമ്മിൽ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കിയാലോ? ഒരു സംഭാഷണത്തിന് പോകാൻ കഴിയുന്ന 3 വഴികളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതാണ് ഏറ്റവും നല്ല, ഏറ്റവും സുഗമമായ വഴി. ഇവിടെ നോക്കൂ, ഒരാൾ അഡൽട്ട് സ്റ്റേറ്റിൽ നിന്ന് ചോദിക്കുന്നു, സമയം എത്രയായി? മറ്റേയാളും അഡൽട്ട് സ്റ്റേറ്റിൽ നിന്ന് തന്നെ മറുപടി പറയുന്നു, 10 മണി. കണ്ടില്ലേ? ചോദ്യം എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ മറുപടിയും പോകുന്നു. സംഭാഷണം സ്മൂത്തായി മുന്നോട്ടു പോകും. ഇതിനെയാണ് നമ്മൾ കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അതായത് സംഭാഷണത്തിന്റെ ഒഴുക്ക് നേരെയാണ്, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ടു പോകും. പക്ഷേ എപ്പോഴും കാര്യങ്ങൾ ഇങ്ങനെ സ്മൂത്തായിരിക്കില്ലല്ലോ. ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. നോക്കൂ, ഒരാള് അഡൽട്ട് സ്റ്റേറ്റിൽ നിന്ന് ചോദിക്കുന്നു, എന്റെ വാച്ച് എവിടെ വെച്ചുന്ന് കണ്ടോ? ഇതൊരു സിമ്പിൾ ചോദ്യമാണ്. പക്ഷേ മറുപടി വരുന്നത് മറ്റേയാളുടെ പാരന്റ് സ്റ്റേറ്റിൽ നിന്നാണ്. നീ എപ്പോഴും സാധനങ്ങൾ വലിച്ചെറിയും, എന്നിട്ട് എന്റെ തലയിൽ കെട്ടിവെക്കും എന്ന്. കണ്ടോ, ചോദ്യം പോയത് നേരെ, പക്ഷെ മറുപടി വന്നത് കുറുകെയാണ്. ഇതിനെയാണ് നമ്മൾ ക്രോസ്ഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് മിക്കവാറും എല്ലാ വഴക്കുകളുടെയും പ്രധാന കാരണം. എപ്പോഴാണോ ഈ ലൈനുകൾ ഇങ്ങനെ ക്രോസ് ആവുന്നത്, അപ്പ സംഭാഷണം അവിടെ നിൽക്കും, തർക്കം തുടങ്ങും. ഇനി മൂന്നാമതൊരു വഴിയുണ്ട്. ഇത് കുറച്ചുകൂടി ട്രിക്കിയാണ്. ഒരാൾ നിങ്ങളോട് പറയുകയാണ്, ഓ, നിനക്കിതൊക്കെ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ എന്ന്. കേൾക്കുമ്പോൾ ഒരു അഭിനന്ദനം പോലെ തോന്നും, അല്ലേ? പക്ഷെ അതിന്റെ ഉള്ളിരിപ്പെന്താ? നീ ശരിക്കൊരു മണ്ടനാണ് എന്ന് കളിയാക്കുന്നതാവാം. ഇതിനെയാണ് അൾട്ടീരിയർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇതിന് ഒളിഞ്ഞിരിക്കുന്ന ഒരു സൈക്കോളജിക്കൽ മെസ്സേജ് ഉണ്ട്. നമ്മൾ പുറമേ കേൾക്കുന്ന ഒരു കാര്യവും ഉള്ളിൽ ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യവും. ഈ കളിയാക്കലുകളും കുത്തുവാക്കുകളും ഒക്കെ ഇതിന് നല്ല ഉദാഹരണങ്ങളാണ്. അപ്പൊ പ്രശ്നം എന്താണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വഴക്കുകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ അവയെ എങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കാം. അപ്പോ ഒന്നുകൂടി ഉറപ്പിച്ചു പറയാം, നമ്മുടെ മിക്കവാറും വഴക്കുകൾക്ക് കാരണം ഈ ക്രോസ്ഡ് ട്രാൻസാക്ഷനുകളാണ്. സംഭാഷണത്തിന്റെ ഒഴുക്ക് തെറ്റുന്നതാണ് പ്രശ്നം. അപ്പോ ഇതിനുള്ള പരിഹാരം എന്താണ്? 3 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തേത്, സംഭാഷണം ക്രോസായി എന്ന് തിരിച്ചറിയുക. രണ്ടാമത്തേത്, തിരിച്ചു ദേഷ്യപ്പെടാനോ സങ്കടപ്പെടാനോ ഉള്ള ഒരു തോന്നൽ വരും. അതായത് പാരന്റ് അല്ലെങ്കിൽ ചൈൽഡ് സ്റ്റേറ്റിൽ നിന്ന് പ്രതികരിക്കാനുള്ള ഒരു ടെൻഡൻസി. അതിനെ നിയന്ത്രിക്കുക. എന്നിട്ട് മൂന്നാമതായി, ബോധപൂർവം നിങ്ങളുടെ അഡൽട്ട് സ്റ്റേറ്റിൽ നിന്ന്, അതായത് ശാന്തമായി, ലോജിക്കലായി മറുപടി കൊടുക്കുക. ഒരു ഉദാഹരണം നോക്കാം. ഒരു കുട്ടി ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറയുന്നു. അതായത് ആ കുട്ടി അതിന്റെ ചൈൽഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ടീച്ചർ തിരിച്ച് പാരന്റ് സ്റ്റേറ്റിൽ നിന്ന് ദേഷ്യപ്പെട്ടാൽ എന്താകും? അതൊരു വഴക്കാകും. പകരം ടീച്ചർ ശാന്തമായി അഡൽട്ട് സ്റ്റേറ്റിൽ നിന്ന്, എന്തുപറ്റി, എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ ആ സംഭാഷണം വഴിതെറ്റിപ്പോകുന്നത് ഒഴിവാക്കാം. ആ ക്രോസ്ഡ് ട്രാൻസാക്ഷൻ അവിടെ സംഭവിക്കുന്നില്ല. ഓക്കേ, അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറുമൊരു തിയറിയായിട്ട് കണ്ടാ പോരാ. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സംഭാഷണങ്ങൾ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ്. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ചെറിയ ചലഞ്ച്. ഇന്ന് നിങ്ങൾ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ ഈ ക്രോസ്ഡ് ട്രാൻസാക്ഷനുകൾ എവിടെയെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒന്ന് ശ്രമിച്ചു നോക്കൂ.
അത് തിരിച്ചറിയാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായ സ്ട്രോക്കുകൾ എന്ന വിഷയവുമായി നമുക്ക് അടുത്ത തവണ കാണാം. നന്ദി.